ഹായ് നമസ്കാരം, എല്ലാവരുടെ ഡെയിലി ജേണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാനും ലവിക്കുട്ടനും നാളെ ഞങ്ങൾ തിരിച്ച് ദുബായിൽ നിന്ന് ലണ്ടനിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുമ്പേ എൻ്റെ ഹെയർ കട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഹെയർ കട്ട് ഏതാ, എൻ്റെ ഹെയർ കളർ ഏതാന്ന് ഒത്തിരി പേര് ചോദിക്കാറില്ലേ. ഞാനത് ചെയ്തത് ദുബായ് മില്ലേനിയം ഹോട്ടലിലുള്ള ഹെയർ കെയർ ബൈ സാമിൻ്റെ അടുത്തു നിന്നാണ്. പുള്ളി നമ്മളെ കാണാൻ നേരത്ത് പുള്ളി തന്നെ പറയും നമ്മളോട് ഏത് ഹെയർ കട്ടാണ് വേണ്ടത്, ഏത് ഹെയർ കളറാണ് മാച്ചിങ്, അങ്ങനെ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇത് ഏതാണ് ചെയ്തതെന്നുള്ളത് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം ദുബായ് മില്ലേനിയം ഹോട്ടലിലാണ് അവരുടെ സലൂൺ ഉള്ളത്. അപ്പം നമുക്ക് പുള്ളിയോട് തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കാം. ലവിക്കുട്ടാ, അമ്മ ഹെയർ കട്ട് ചെയ്തോട്ടെ. ഇതാണ് കേട്ടോ എൻ്റെ ഹെയർ ഡ്രസ്സർ സാമിനെ പരിചയപ്പെടുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ഞാനും ഒക്കെയും ദുബായിൽ വന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഹെയർ കട്ടും ഹെയർ കളറും ചെയ്തു. ഈ പ്രാവശ്യം ഹെയർ കട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ, പക്ഷെ സാമിന്റെ വക ഒരു സ്പെഷ്യൽ ഹെയർ മാസ്കും കൂടി ഇട്ട് തന്നു കേട്ടോ. കൂട്ടത്തിൽ ഈ പുള്ളിയുടെ വക ഒരു മസാജും. സാധാരണ മുടിയിൽ വലിയ പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ ഹെയർ കട്ടും അതുപോലെ തന്നെ ഹെയർ കളറും അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഈ പ്രാവശ്യം ഞാൻ 2 ഹെയർ സ്റ്റൈൽസ് ആണ് കാണിച്ചു കൊടുത്തത്. അത് നോക്കിയിട്ട് സാം എന്നെ ഒരു ചിരിയിരിച്ചു. അത് കാണിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. സാമിന് നമ്മുടെ ഫേസ് കണ്ടതിന് ശേഷം സാമിന്റെ മനസ്സിലൊരു ഹെയർ കട്ട് തോന്നും, അതേ നമുക്ക് ചെയ്യുള്ളൂ. പിന്നെ ഒരു വാക്കും കൂടെ പറഞ്ഞു, ട്രസ്റ്റ് മീ ലിൻഡു, ഐ വിൽ ഡു ദ ബെസ്റ്റ് ഫോർ യു എന്ന്. ചില ആൾക്കാർ നമ്മുടെ ഹെയറിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വല്ലാത്ത ധൈര്യമാണ്, ഹെയർ നന്നായിട്ട് വളരും, അതുപോലെ തന്നെ ഹെയറിന് ഡാമേജ് ഒന്നും ഉണ്ടാവില്ല എന്ന്. അതുപോലെ ഒരു വിശ്വാസം എനിക്ക് സാമിലുണ്ട്. ഈ പ്രാവശ്യം ആ വിശ്വാസം തെറ്റിച്ചില്ല. ഞാൻ കരുതിയതിൽ അടിപൊളിയായിട്ടാണ് ഈ പ്രാവശ്യത്തെ ഹെയർ കട്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഫ്രിഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഹെയർ കട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് നമുക്ക് സാമിനോട് തന്നെ ചോദിക്കാം. Always we can't name it because it has to be looks good on your face. Everyone has a different face angle. So this is a kind of features, like a long right? Features, yeah. So this is kind of like a long bob, plus you can say as a short bob as well. So this is so much layers in the behind and the bit more shorter at the back. So and long in the front, and it suits Lintu really well. So what's the name of the haircut? This is Sam Special. Oh my God! The previous haircut name, what is that? That is actually a long layer haircut. Okay. And plus global color and a highlight as well. What is that, hazelnut? Yeah, it's kind of walnut and brown mixed color. So a lot of people confuse with that. So I think it came out very well on that. A lot of inquiries was there. Thank you very much. എനിക്കത് പേര് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഇനി ഈ പ്രാവശ്യം ഞാൻ കളർ ചെയ്തിട്ടില്ല. So thanks a lot. Hope you like this. Thank you so much again trusting me. And a lot of people trust because of you. Oh, my work. Thank you. God bless. And thanks to you. ഹെയർ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. ഇന്ന് ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം നമ്മൾ ലണ്ടനിലേക്ക് പോവാണ്. നാളെ രാവിലെ അല്ല ഫ്ലൈറ്റ്, നാളെ ഉച്ചക്കത്തേക്ക് ആക്കി അവർ. എനിക്ക് മറ്റന്നാളായിരുന്നു ഫ്ലൈറ്റ്. ഒന്നെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആക്കായിരുന്നു, അല്ലെങ്കിൽ നാളെ ആക്കായിരുന്നു. അപ്പോൾ ഞാൻ നാളെ തന്നെ ആക്കി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടെ റെസ്റ്റ് കിട്ടിയിട്ട് വേണം. നെക്സ്റ്റ് ഡേ ഒരു ഷൂട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഫ്ലൈറ്റ് വേണ്ട എന്ന് പറഞ്ഞു. എന്തായാലും നാളത്തെ ഫ്ലൈറ്റ് ഓൾറെഡി നമ്മളെ കൺഫേംഡ് ആയിട്ടുണ്ട്. നമുക്കൊരു 10:30 ആകുമ്പോഴത്തേക്ക്, 1 മണിക്കാണ് ഫ്ലൈറ്റ്. 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എയർപോർട്ടിലെത്തണം. ഞാനും ലവിക്കുണ്ണും മാത്രമാണ് ഇപ്പോൾ പോകുന്നത്. അച്ചു ആണെന്നുണ്ടെങ്കിൽ നാട്ടിലേക്കും പോവാണ് നെക്സ്റ്റ് ഡേ. ബിക്കോസ് ഇവിടെ നിന്നിട്ട് അച്ചുവിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്ഥലങ്ങളിലേക്ക് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി പോവാണ്. ഇവിടെ ആകുമ്പോൾ അങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം ഞങ്ങളും ലണ്ടനിലേക്ക് പോവും. അവിടെയാണ് ഞങ്ങളുടെ ഈസ്റ്റർ ഈ പ്രാവശ്യം. അക്കയുടെ പിള്ളേരുടെ അക്കയുടെ ബർത്ത്ഡേ ഒക്കെ അല്ലേ. അപ്പോൾ അക്കയ്ക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ കണ്ടു കാണും. അവൾക്ക് ഞാനൊരു മോതിരാണ് മേടിച്ചിരിക്കുന്നത്. എനിക്കും ഈസ്റ്ററിനുള്ള ഗിഫ്റ്റ് അച്ചുവിൻ്റെ വക കിട്ടി. അത് ഞാൻ ഇതുവരെ ഇട്ടില്ല. അന്ന് ഇടാൻ വേണ്ടിയിട്ടിരിക്കുക കേട്ടോ, ഈസ്റ്ററിന് ഇടാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഷോപ്പിംഗ് പരിപാടിയൊക്കെ ചെയ്യാമെന്ന് കരുതി. ഫസ്റ്റ് ഓഫ് ഓൾ ലവിക്കുട്ടന് ഈ ഉറങ്ങുന്ന സമയത്ത് ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ പിന്നെ രാത്രിയിലും കടകളൊക്കെ എല്ലാം ഓപ്പൺ ആണല്ലോ. ലണ്ടനിലെ പോലെ നമ്മുടെ 5 മണി 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ചെറിയൊരു എക്സസൈസുമാണ്, കുറച്ചധികം ദൂരം നടക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഷോപ്പിംഗ് പരിപാടി കഴിഞ്ഞിട്ട് എനിക്കിന്നൊരു മസാജും അതുപോലെ തന്നെ എൻ്റെ പെഡിക്യൂറും ഉണ്ട്. ഷൂട്ടുള്ളത് കാരണം ഞാൻ ത്രെഡൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. ഹെയർ കെയർ ബൈ സാമിൻ്റെ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സമയം ഉണ്ടായിരുന്നില്ല. ഹെയറിന് തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 2-3 hours എടുത്തു. അപ്പം അത് കാരണം ലേറ്റ് ആകുമെന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. ഒന്നാമത് ടയേർഡായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ ആ മസാജില്ലേ, എൻ്റെ മീൻസ് തല ഫുള്ളും നല്ല അടിപൊളി മാസ്കൊക്കെ ഇട്ട് നല്ല അടിപൊളി മസാജൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രഷ് ഫീലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത്
ഷോപ്പിങ്ങിന് ഇറങ്ങാന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ലേറ്റ് ആക്കുന്നില്ല. എൻ്റെ ഷോപ്പിംഗ് പരിപാടി അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ബ്ലോക്ക് ആവും. നിങ്ങളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അച്ചുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലെവിക്കുട്ടൻ ഫുൾ കളി മൂഡിലായിരുന്നു എന്ന് പറഞ്ഞു അച്ചു. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചു നീ ആ സൈഡിലേക്ക് ഇറക്കി. നമുക്കിതിൽ കൂടിയും എൻട്രൻസ് ഉണ്ട് ലുലുവിൻ്റെ അതിലേക്കൂടെ. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെയാണെന്നുണ്ടെങ്കിൽ കളിയൊക്കെ കണ്ടുകൊണ്ടിരുന്നോളുമല്ലോ. അതുകൊണ്ട് അച്ചു വണ്ടിയിൽ എത്തി. ഞാൻ സാധനമെല്ലാം എടുത്ത് വെക്കട്ടെ. ഇനിയിപ്പം മസാജ് ചെയ്യാനും ത്രെഡ് ചെയ്യാനൊക്കെ സമയമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പാക്കിംഗ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനില്ല. ഈ സാധനം എടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതി. 50 കിലോ ഉണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും പറക്കിയിടാമെന്ന് കരുതുന്നുള്ള ധൈര്യത്തിൽ ഞാൻ ഇരിക്കുകയാണ്. അച്ചു ഡിക്കി ഓപ്പൺ. അത് ഓൾറെഡി ഓപ്പൺ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഷോപ്പിംഗ് നടത്തുന്ന വ്ളോഗ് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് എന്ത് പറ്റിയെന്ന് വിചാരിച്ചാൽ ഷോപ്പിങ്ങിൻ്റെ മൂഡിലങ്ങ് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനങ്ങ് വിട്ടുപോയി. ഞാൻ അച്ചുവിൻ്റെ കാർഡ് എൻ്റെ കയ്യിലാണ്. ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ മറന്നു പോകും. പിന്നെ ലണ്ടറിൽ ചെല്ലുമ്പോൾ അച്ചുവിന് കാർഡ് ഉണ്ടാവില്ല. ഓക്കെ, ലവി ഉറങ്ങിയോ? ഈ ഉറങ്ങിയില്ല, തട്ടമ്പി ഉടങ്ങാതെ നിൽക്കുമായിരുന്നോ എൻ്റെ പൊന്നെ? അവ കാർഡ് ഇതാവേ. വേണ്ട, അവിടെ എല്ലാം പെയ്ഡാ. അതെല്ലാം പെയ്ഡാവേ. ഞാനവിടെ എത്തിയപ്പോൾ ഒത്തിരി ലേറ്റായി. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം വരാൻ നേരത്തേക്ക് മാറ്റി വെച്ചു. ബാക്കി കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ടായതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ലെവിക്കുന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫുഡും ഞാൻ അറേഞ്ച് ചെയ്തു. ലഞ്ചും അതുപോലെ തന്നെ ഡിന്നറും സെറ്റ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റും എടുത്തു. അതാകുമ്പോൾ പിന്നെ ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ മുമ്പേ കൊടുക്കാമല്ലോ. ലെവിക്കുട്ടാ, നമ്മൾ എവിടെയാണ് പോകുന്നേ? പ്ലെയിൻ കയറി ഞങ്ങൾ ലണ്ടനിലേക്ക് പോവാൻ എന്ന് പറയാൻ കുഞ്ഞിനായിട്ടില്ല. പ്ലെയിൻ മനസ്സിലായി സംഭവം. ഞങ്ങൾ എവിടെ പോവാണ്, അതും പ്ലെയിനിലാണെന്ന്. അല്ലേടാ ലെവി? ലണ്ടൻ എങ്ങനെയാ? ട്രാഫിക് വലുതായിട്ടില്ല. സാധാരണ അങ്ങനെ വരാൻ ചാൻസ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ഞാനിങ്ങനെ ഇറങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. കാരണം എമിറേറ്റ്സിൽ നിന്ന് മെസ്സേജ് വന്നതിന് ശേഷം ഇറങ്ങാമെന്ന് കരുതി. അപ്പം കറക്റ്റായിട്ട് മെസ്സേജ് വന്നു. 12:30 ലാസ്റ്റ് ബോർഡിംഗ് ഉള്ളത്. 12:35 1:15 ആകുമ്പം ഗേറ്റ് ക്ലോസ് ആക്കും. അപ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മൾ സേഫായിട്ട് ലണ്ടനിലെത്തുമെന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഉറപ്പാണ് ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒത്തിരി ആൾക്കാർക്ക് ഡിലേ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ആ ഒരു കേട്ടറിവ് വെച്ചിട്ടാണ് പോകുന്നത്. ഇന്ന് കുഴപ്പമുണ്ടാവില്ല എന്ന് മനസ്സിലൊരു തോന്നല്. എനിക്കെല്ലാ കാര്യം അങ്ങനെയാണ്. ഇനിയിപ്പം തലയിൽ എന്തെങ്കിലും വന്ന് ഇടിഞ്ഞ് വീഴാൻ പോവുകയാണെങ്കിൽ ഞാൻ വളരെ കൂളായിട്ട് എടുക്കുന്ന ഒരാളാണ്. പക്ഷേ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് ഫ്ലൈറ്റ് മാറ്റി പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും എല്ലാം റീപാക്ക് ചെയ്ത് ലെവിക്കുട്ടൻ്റെ ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യണമല്ലോ എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ടാറ്റാ ബൈ ബൈ പറയുന്നു നമ്മുടെ ദുബായിൽ നിന്ന് ഇപ്പം താൽക്കാലികമായിട്ട് കേട്ടോ. എന്തോന്ന് പോലീസോ? അപ്പൊ പോ. ദുബായ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ചെറിയൊരു ഗിഫ്റ്റാണ്. ഇതെന്താ അച്ചു? അച്ഛനെ കാണിച്ചേ. അമ്മയോട് വഴക്കൂടില്ല കേട്ടോ. ട്രെയിനിൽ നല്ല ഗുഡ് ബോയ് ആവണം കേട്ടോ. വഴക്കൂടാതെ കേട്ടോ. എല്ലാം ഫുഡ് ഞങ്ങൾ പറക്കും, ഡോണ്ട് വറി. വലവേ പോ. ഹോൾഡ് ദിസ്. അമ്മയെ ഹെൽപ്പ് ചെയ്യണ്ടേ? ശരി പോന്നെ, ബൈ. യാ, താങ്ക് യു. ഗേറ്റ് B32 ആണ്. സോ ഇപ്പോൾ സമയം അവന് ഇച്ചിരി നേരം കളിക്കണം എന്ന് പറഞ്ഞു. 1:35 നമ്മളെ ഫ്ലൈറ്റ്. അവൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിൽ ഞാൻ ഇഡ്ഡലിയും ദോശയൊക്കെ കൊടുക്കുന്നുണ്ട്. യെസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇതിനകത്ത് നല്ലതായിട്ട് ചൂട് നിൽക്കുന്നു. ഞാൻ അവന് ദോശ ഇഡ്ഡലി നന്നായിട്ട് ചൂട് നിൽക്കും കേട്ടോ. ഇത് നന്നായിട്ട് ചൂട് നിൽക്കുവേ. എന്നാ അമ്മണി? അതെന്തിനാ? അത് വേണ്ട. ഓ അതോ? യെസ്, ആ വിളിച്ചു പോന്നെ. ഗുഡ് ബോയ്. ട്രോളിയിൽ നേരെ ഉരുട്ടി നടന്നോട്ടെ. ലെവിക്കുട്ടൻ അങ്ങോട്ടെ. ലെവിക്കുട്ടൻ ബേബി ഉണ്ട് ഇവിടെ. ബേബി ഉണ്ട്. കെയർഫുൾ. ഓക്കെ, ലെവിക്കുട്ടൻ അങ്ങോട്ട് പോയിക്കോ. ലെവിക്കുട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നേ. ആണോ? താങ്ക് യു. ലെവി എന്തോ അത്? പ്ലെയിൻ ആണോ? ഓ മൈ ഗോഡ്, ബിഗ് പ്ലെയിൻ ലെവി. നമുക്ക് ഇവിടെ സ്ട്രോളർ കൊടുക്കണം. ഓക്കെ, സ്ട്രോളർ ഇവിടെ കൊടുക്കാം.
ലഗേജ് എല്ലാം കയറ്റുന്നു. ലെവിക്കുട്ടൻ. This is where the stroller is. യെസ് ഹിയർ റൈറ്റ്. താങ്ക് യു വെരി മച്ച്. ഇത് ക്യാബിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ട്രോളറാണ്. നമുക്ക് വേണമെങ്കിൽ അകത്ത് കയറ്റാം. ഇതിപ്പോൾ 30ഓളം രാജ്യങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ലെവിക്കുട്ടനെ അകത്ത് കയറാം. പോ. വിച്ച് വേ? ഓക്കെ. ഹെൽപ്പ് ചെയ്യട്ടെ? യെസ്. ഇനി പോയിക്കോ. ഹലോ. ഹായ്. യെസ് ലെവി. ഗോ ഓൺ. Got it. You got what? Yes, Levikutan got biscuit. Levi's seat ഇരിക്കുന്നുണ്ട് ലെവിക്ക്. Do you want to sit? Yeah. പെരുക്കെ പോന്നെ. ലെവി, അതാണ് ലെവി. ഏത് ചേച്ചിയത്? ചേച്ചിമാർ ലണ്ടനിൽ നഴ്സിംഗ് പഠിക്കാൻ വന്നിരിക്കുകയാണ്. സേഫായിട്ട് നമ്മൾ ലണ്ടൻ ഗാറ്റ്വിക്കിൽ എത്തിയിരിക്കുകയാണ്. ഡോണയും ഷിനോയും ഓടി വന്ന് സംസാരിച്ചതാണ്. നാട്ടിൽ നിന്ന് വരികയാണ് രണ്ടുപേരും. ഞാൻ ദുബായിൽ നിന്നാണ് ജോയിൻ ചെയ്തത്. ഷിനോയുടെ വൈഫിൻ്റെ പേര് ജിൽസി. കുഞ്ഞുമാവ. ഓക്കെ മോ. ഓക്കെ. ഇവിടെ ഒരാൾക്ക് കൊച്ചിന്റെ പേര് നീല. എൻ്റെ നീല എന്നാ പേര്. മൂവി ഇൻഡസ്ട്രിയില് തമിഴില്. കൊച്ചിന്റെ പേര് നീല. നൈസ്. അപ്പോൾ നൈസ് മീറ്റിംഗ് യു ഗൈസ്. അപ്പോൾ ഒരാള് കേംബ്രിഡ്ജ്, ഒരാള് ബ്രൈറ്റൺ. വായോ ഒന്ന് എടുക്കാം. പറ്റിയടാ, എന്നെ കൊണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യടാ. നിന്റെ പറ്റി മാത്രം പിടിക്കലടാ. പെട്ടെന്ന് ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഒരു കുഞ്ഞാവൊക്കെ വരട്ടെ. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഇവിടെ ഇവിടെ പീക്കബു വെച്ച് കളിക്കാണ്. അമ്മച്ചി താങ്ക് യു പറഞ്ഞടാ. അമ്മച്ചി താങ്ക് യു പറഞ്ഞു. ഇവിടെ ഒരാൾ വയലന്റ് ആവും. അവർ കളിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ പെട്ടി പിടിക്കാൻ ഒത്തിരി പേരെ ദൈവം തമ്പുരാൻ കൊണ്ടു തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു. ഹലോ ലവി. കുക്കു അതാരാ? അങ്ങനെ സേഫായിട്ട് ഞങ്ങൾ ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ലഗേജൊക്കെ ആയിട്ട് ഞങ്ങൾ ടാക്സി ഡ്രൈവറിനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്തേ. അപ്പോൾ ആ പുള്ളി സ്ട്രോളർ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തിട്ട് ലഗേജ് എടുത്തു വെച്ചതിൽ ഇറക്കിയിട്ട് പോയി. എനിക്ക് മനസ്സിലായില്ല അതെന്താന്ന്. ഇങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പം എന്ത് ചെയ്യാനാ? ഞാൻ എക്സ്ട്രാ 10 pounds കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും അവന് വേണ്ടാന്ന്. എന്തൊരു സ്വഭാവമാണ്. മനുഷ്യനിവിടെ വന്നു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എങ്ങനെയും വീട്ടിലെത്തിയാൽ മതി. അവന് സ്ട്രോളർ കയറ്റാൻ പറ്റില്ല എന്ന്. ഓക്കെ ശരി, ഇപ്പം എന്ത് ചെയ്യാൻ? അടുത്ത ടാക്സി ബുക്ക് ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലെവിക്കുട്ടാ, പ്ലെയിനിൽ ലെവിക്കുട്ടിൻ്റെ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ യാത്ര? യു എൻജോയ്? ഡിഡ് യു മിസ് അപ്പ? ഹൗ മച്ച്? ടു മച്ച് എന്നാ പറയുന്നേ. ഇന്ന് ചെന്നിട്ട് കുഞ്ഞിന് കഞ്ഞി വേണോ? ഞങ്ങളുടെ ഫ്ലാറ്റിൽ താഴെയുള്ള മരിയ ആക്ച്വലി ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞുള്ളൂ. പുള്ളിക്കാരി പാല് മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ലെവിക്കുട്ടിന്. അതാണല്ലോ മെയിനായിട്ട് വേണ്ടത്. ബാക്കി കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ നമ്മുടെ ദുബായിൽ നിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ലഗേജിലുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. അയ്യോ, നമ്മുടെ ടാക്സി ഇവിടെ 1 minute എന്ന് കാണിച്ചാണ്. ഞാനൊന്ന് നോക്കട്ടെ. നമ്മുടെ ടാക്സി എത്തിയിരിക്കുന്നു. ടാക്സി ടെസ്ലയിലാണ്. ഈ ചേട്ടൻ ഒരു പ്രശ്നമില്ല. സ്ട്രോളർ ഡേ ഇവിടെ വെച്ചിട്ടുണ്ട്. ലെവിക്കുട്ടാ പോ. അവിടെ മടിയിരിക്കണോ? ടയർഡായടോ നീ? എവിടെ? മായാജി കറക്റ്റ് സമയത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. ഗേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ലെവി ദേ വന്നത് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലെവി എന്തുവാ അത്? കാർ. കാരണം കാറില്ലല്ലോ. ചേച്ചിക്ക് ഒരു ബസ് കൊടുക്കുവോ? ഒരു ബസ് താടാ. ഒരു കാർ. വൺ കാർ പ്ലീസ്. വൈ നോ? ദിസ് സ്മോൾ കാർ. മമ്മി ഇല്ല ചെടിക്ക് ഇങ്ങനെ ഒരു കുപ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ദൈവത്തിനറിയാം. അതുകൊണ്ട് ചെടിക്ക് നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. കണ്ടില്ലേ? കുഴപ്പമൊന്നുമില്ല അവിടെ. അപ്പം എന്തൊക്കെ കൊച്ചു മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്തോ അവിടെ മേടിച്ചോണ്ട് വന്നാൽ ലെവിക്ക് ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ താങ്ക് ഗോഡ് ഞങ്ങളിത് സേഫായിട്ട് ലണ്ടനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് രാവിലെ തന്നെ ഒരു ഷൂട്ടുണ്ട്. രാവിലെ എത്ര മണിക്കാണ്? രാവിലെ 10 മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തണം.
അത് വെച്ചിട്ടുണ്ടെങ്കിൽ മായയുടെ ഓഫീസിലാണ് ഷൂട്ട്, അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാവിലെ 10 മണിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു 8:30 ആകുമ്പോൾ ഇറങ്ങണം, കാരണം ഈസ്റ്റ് ഹാമിലാണ് ഷൂട്ടുള്ളത്. അപ്പോൾ പ്രോപ്പർ റെസ്റ്റ് എടുത്ത് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അല്ലെങ്കിൽ ഇച്ചിരി കഞ്ഞി പെട്ടെന്ന് ഉണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. കാരണം ചപ്പാത്തിയും ഇഡലിയും ചോറും ഒക്കെ ആൾ കഴിച്ചു. കഞ്ഞിയാകുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്, കോരി കുടിച്ചിട്ട് നേരെ ഫ്ലാറ്റ് ഔട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. കൂടുതലായിട്ട് ഉള്ള വിശേഷങ്ങൾ ഇനിയും അടുത്ത വ്ളോഗിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഇതുവരെയ്ക്ക് ഹാവ് എ ഗ്രേറ്റ് ഡേ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ. ലിവി ബൈ. ആവട്ടെ, ബിസിയാണ് ആള്. ബൈ ലെവി പറ. ബൈ.